ഇതെന്താന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലാവാത്തവർക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. തണ്ണിമത്തനാണ് വത്തക്ക, വാട്ടർമെലൺ എന്നൊക്കെ പറയും. അത് നമ്മളിത് അതിൻ്റെ ചുവന്ന ഭാഗം മുഴുവൻ എടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള ഭാഗം നമ്മൾ പച്ച നിറത്തിലുള്ള തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ചെറുതാക്കി കുമ്പളങ്ങയൊക്കെ നുറുക്കുന്നത് പോലെ നുറുക്കിയെടുത്തിട്ട് അതുകൊണ്ട് നമ്മളിന്നൊരു മോരുകറി വെക്കാൻ പോവുകയാണ്. നിങ്ങൾ ചിലപ്പോൾ വെച്ച് കാണും. പക്ഷേ ഇതുകൊണ്ട് വെച്ചാലൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ കുമ്പളങ്ങ കൊണ്ടോ മറ്റെന്തെങ്കിലും സാധനം കൊണ്ട് വെക്കുന്നത് പോലെയല്ല. ഇതിൽ കുറച്ച് കുക്കറിലിട്ട് ലേശം ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കുക. 2 വിസിലടിച്ചാൽ ഓഫാക്കി വെക്കുക കേട്ടോ. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മുറി തേങ്ങ, ഒരു സ്പൂൺ ജീരകം, 3, 4 പച്ചമുളക്, ഒരു വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 ഉള്ളി, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമ്മളതൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ഫൈനായിട്ട് അരയണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെള്ളം ഒഴിക്കരുത്. അതിന് പകരം ഒരു കപ്പ് തൈര് ഒഴിച്ചിട്ട് അരയ്ക്കുക. കാരണം ഈ വെന്ത തണ്ണിമത്തനിൽ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതൊന്ന് പൊടിച്ചതിന് ശേഷം ആ ഒരു കപ്പ് തൈര് ഒഴിച്ചിട്ട് നല്ല പോലെ അരച്ചെടുക്കുക. എന്നിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ആ പാത്രത്തിലേക്ക് നമ്മൾ ആദ്യം തന്നെ അരപ്പൊഴിക്കുക. അരപ്പിൽ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു മണം പച്ചമണം ഒന്ന് പോകാനായിട്ട് പതിയെ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വേവിച്ച് വെച്ച തണ്ണിമത്തൻ ചേർക്കുക. അപ്പോൾ കുറച്ച് വെള്ളം അതിനകത്ത് ഉണ്ടാവും കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കുക. ഞാൻ ഇന്ന് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് വെച്ചിട്ടുള്ളത്. ഇത് ചിലപ്പോൾ അടിയിൽ പിടിക്കും മറ്റേ ചട്ടി വെച്ചാലേ. അപ്പം അതുകൊണ്ട് നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. നോൺ സ്റ്റിക്ക് പാത്രമാകുമ്പോൾ നമ്മളങ്ങനെ കൈയ്യെടുക്കാണ്ട് ഇളക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും. മോരും ഒക്കെ ഉള്ളത് കൊണ്ട്, തേങ്ങയൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പം നല്ലതുപോലെ ഒന്ന് ഇളക്കി അത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. തിളച്ച് ഒന്ന് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ആവുമ്പോൾ. അപ്പോൾ ആ നേരത്ത് ഉപ്പ് നോക്കണം. നേരത്തെ തണ്ണിമത്തനിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇതിൽ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ലേശം ഉപ്പിട്ട് പാകമാക്കിയതിന് ശേഷം നല്ലതുപോലെ ഇളക്കി തീ ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് സാധാരണ മോരുകറി കാച്ചണ പോലെ തന്നെ ഒരു ചെറിയ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കടുക്, ഉഴുന്ന്, ജീരകം വേണമെങ്കിൽ ജീരകം എല്ലാം കൂടി ഇട്ട് അതിൻ്റെ കൂടെ ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് മൊരിയിച്ച് കറിയിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി സാധാരണ പോലെ നമ്മൾ ചോറ്, അതിൻ്റെ കൂടെ ഈ മോരുകറി, പിന്നെ എനിക്ക് കുറച്ച് ഇടിച്ചക്ക കിട്ടിയിരുന്നു അയൽപ്പക്കത്തുനിന്ന്. അപ്പോൾ ആ ഇടിച്ചക്ക തോരനുണ്ട്. പിന്നെ കുറച്ച് പുളിയിഞ്ചി, പിന്നെ കുറച്ച് കുക്കുംബർ അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. നോമ്പായതുകൊണ്ടേ പലതരം വെജിറ്റേറിയൻ കറികൾ ഇങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടുപിടിച്ചൊരു കറിയാണ് കേട്ടോ. പക്ഷെ നല്ല രുചിയുണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ. എന്നിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.